അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് പോകാതിരിക്കാൻ LDF-ന് നിശ്ചയദാർഢ്യത്തിന് കഴിയുന്നുമുണ്ട്. ആരും ചോദ്യം ചോദിച്ചു വരുന്നില്ല. ഞങ്ങളുടെ സമുദായത്തിന് എത്ര, ഞങ്ങളുടെ മേഖലയ്ക്ക് എത്ര, ഞങ്ങളുടെ ജില്ലയ്ക്ക് എത്ര കിട്ടിയെന്ന് ചോദിക്കുന്നില്ല. സമ്മർദ്ദങ്ങൾ ഇങ്ങോട്ട് വേണ്ട എന്ന ശക്തമായ സന്ദേശം ഒരു സർക്കാരിനെ എത്രത്തോളം സഹായിക്കും? സമ്മർദ്ദത്തിന് വരേണ്ട എന്ന സന്ദേശം ഒരു സർക്കാരിന് എത്രത്തോളം ഗുണകരമാണ്? തീർച്ചയായിട്ടും ഈ സാമൂഹ്യ സംഘടനകളുമായി കോൺഗ്രസിന് ഇടതുപക്ഷത്തേക്കാൾ കൂടുതൽ ബന്ധവും സഹകരണവും ഒക്കെ ഉണ്ട്. സ്വാഭാവികമായി അതൊരു പ്രത്യേകം പരാമർശിക്കേണ്ട കാര്യമാണ്. ഇപ്പോ ഇന്ന് കേരളത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയാണ് അധികാരത്തിൽ വന്നിരുന്നെങ്കിൽ സ്വാഭാവികമായി NSS അവരുടെ വാദവുമായും രംഗത്ത് വരും. SNDP ഞങ്ങളെ സഹായിച്ചാൽ അവരവരുടെ വാദവും ലത്തീൻ കത്തോലിക്ക സഭ വരും. അപ്പോ അത്തരം ആളുകളുടെ ഒരു സമ്മർദ്ദം കോൺഗ്രസ് പാർട്ടിക്ക് പലപ്പോഴും വഴങ്ങിക്കൊടുക്കേണ്ടതായി വന്നിട്ടുണ്ട്. ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷേ ഞങ്ങൾ തന്നെ ഈ കാര്യം ഇന്നലെയും മെനഞ്ഞാന്നുമൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നു. ഒരൊറ്റ സാമുദായിക സംഘടനകൾ ഞങ്ങൾക്ക് പ്രാതിനിധ്യം വേണമെന്നോ അല്ലെങ്കിൽ ഇന്നാരെ എടുത്തില്ലെന്നോ പറഞ്ഞ് ഒരക്ഷരം ഉരിയാടിയിട്ടില്ല. കണ്ടുപഠിക്കാമായിരുന്നു തോന്നുന്നു. ഞാൻ പറഞ്ഞു, സ്വാഭാവികമായി അത് കണ്ടുപഠിക്കേണ്ട കാര്യം തന്നെയാണ്. ഏതെങ്കിലും ഒരു മുന്നണിയിലോ ഒരു പ്രസ്ഥാനത്തിലോ മാതൃകാപരമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. അപ്പൊ ഞങ്ങൾ തന്നെ ചർച്ച ചെയ്തു. ഏതെങ്കിലും ഒരു സാമുദായിക സംഘടന മന്ത്രിമാരെ തെരഞ്ഞെടുത്തതിലോ അല്ലെങ്കിൽ മന്ത്രിമാർക്ക് അവരുടെ സമുദായത്തെ പ്രാതിനിധ്യം കൊടുത്തതിലോ ഒരു അപശബ്ദം ആരും മുഴക്കിയില്ല. നേരെ മറിച്ച് ഇവിടെ UDF ആയിരുന്നു വന്നെങ്കിൽ